സൈറ്റിലൊന്നും ഒരളവ് പോലും എടുക്കാണ്ട് നിങ്ങൾക്ക് സ്റ്റെയർ പണിയാണ് കാണണോ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിന്നൊരു സ്റ്റെയറിൻ്റെ വർക്കിന് വേണ്ടി വന്നിരിക്കുകയാണ്. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പില്ലർ കുഴിച്ചിട്ടുണ്ട്. ആ പില്ലർ കുഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ലാൻഡിങ് വന്നിട്ട് ലാൻഡിങ്ങിന്മേന്ന് നേരെ അതിൻ്റെ മുകളിലോട്ടാണ് പീസ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് അളവെടുക്കല കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടുള്ള ഇതിൽ ചെയ്യാനുള്ള ലാൻഡിങ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കോർണർ ലാൻഡിങ് ഒരു കോർണർ വരുന്നത് അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലാൻഡിങ് വന്നതിന് ശേഷം ഇതുമേന്ന് മുകളിലോട്ട് പൊക്കേണ്ട പീസ് ഇവിടെ രണ്ടെണ്ണം ഇത് ഈ ടേപ്പർ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും അളവ് നമ്മളിവിടെ വരച്ച് നോക്കിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇവിടെ വരച്ച് നോക്കാൻ പറ്റില്ലെന്നറിയാം. 2043 mm ലാൻഡിങ് മേന്ന് അതിൻ്റെ ടോപ്പിലോട്ടുള്ള പീസിൻ്റെ അളവ്. അപ്പോൾ 2043 mm നമ്മളിവിടെ വരച്ച് നോക്കാണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്യാൻ പോണേണ്. അല്ല, ഇത് കറക്റ്റ് ത്രെഡ് 25 cm വീതിയും റൈസ് കറക്റ്റ് 15 cm കിട്ടണമെന്നുള്ളത് നിർബന്ധമുള്ള കേസാണ്. മുകളിൽ നമ്മളൊരു ടേപ്പ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ 7 സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത്. പിന്നെ കോർണർ ലാൻഡിങ് ഉള്ളതുകൊണ്ട് 9 റൈസ് വരും. അപ്പോൾ 9 റൈസ് നോക്കുമ്പോൾ 1350 mm വരും. അവിടെ നിന്ന് ഇതിലൂടെ നമ്മൾ അത് മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ലാൻഡിങ് വെക്കും. ലാൻഡിങ് വെച്ചിട്ട് മുകളിലോട്ടുള്ള പീസ് നമ്മൾ നേരത്തെ അളവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ നമ്മൾ അളവൊന്നും എടുക്കണില്ല. റെഡി മനസ്സിൽ കണ്ടു വെച്ചേക്കാണ് കാൽക്കുലേഷൻ. അതെങ്ങനാ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ 2 ടേപ്പർ പീസ് നമ്മളിവിടെ വെച്ച് സ്പോട്ട് അടിക്കണ്ട. നമ്മൾ ഇവിടെ വന്നിട്ട് പീസുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരളവ് പോലും എടുക്കാണ്ട് നമ്മളിതൊക്കെ കട്ട് ചെയ്യുമ്പോൾ വീട്ടുകാരുടെ മുമ്പിൽ നമുക്കൊരു പേരാണ്. എന്ത് അവർ വിചാരിക്കും നമ്മൾ അടിപൊളി പണി ഭയങ്കര പണിക്കാരാണെന്നൊക്കെ ആയിരിക്കും. ചുമ്മാ ഒരു രസമല്ലേ, ഇരിക്കട്ടെ. ഇനി ഇവിടെ നിന്ന് പീസ് അങ്ങോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ കട്ട് ചെയ്ത് കളയാണ്ട് ഒരു 7 cm ഡിസൈൻ എടുത്ത് തള്ളിയിട്ടുണ്ട്. നമുക്ക് വാർക്കലോടാണ് ചെന്ന് കയറേണ്ടത്. ഇതൊക്കെ അപ്പം നമ്മൾ 2043 പീസ് നമ്മൾ ഇവിടെ നിന്ന് ചേരാൻ പോണേ. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും ഗ്യാപ്പില്ലാണ്ട് നമുക്ക് ജോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ വെച്ച് മാർക്ക് ചെയ്തോ കാര്യങ്ങളൊന്നുമല്ല. നമ്മളിവിടെ വന്നതിൻ്റെ അളവ് കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മളിവിടെ വന്ന് വരച്ച് നോക്കിയിട്ടില്ല ഒന്നുമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളത് 1 2 3 4 സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും പണി പാലും വെള്ളത്തിൽ കിട്ടി. മഴ വന്ന് നമുക്കൊരു ഷീറ്റ് വലിച്ച് കിട്ടിത്തന്നു. ഇവിടുത്തെ ഒരു സ്റ്റെപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് കാണിച്ചു തരാട്ടോ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ അളവുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നേക്കാൻ കാണിച്ചു തരാട്ടോ. സ്റ്റെപ്പുകളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 150 mm റൈസ് ഇട്ട് തന്നെയാണ് എല്ലാ സ്റ്റെപ്പുകളും സെറ്റ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ 12 cm ആയിരിക്കണം നമുക്ക് റൈസിൻ്റെ ഹൈറ്റ് വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ വാർക്കയുടെ ടോപ്പ് ഒരു 12 cm നമുക്ക് കിട്ടിയാണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ടൈലും കൂടി വന്നു കഴിയുമ്പോൾ കറക്റ്റ് അത് 15 cm അവസാനം നമ്മൾ ലാൻഡിങ്ങിൽ GA ഷീറ്റാണ് അടിച്ചേക്കണം. 16 kg വരുന്ന GA ഷീറ്റാണ് നമ്മൾ അടിച്ചേക്കണം. അങ്ങനെ സ്റ്റെപ്പിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെൻറ്ററിൽ ഒരു പില്ലർ മാത്രം കൊടുത്തിട്ട് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും വെറുതെ പാഴായി പോകും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരളവ് പോലും എടുക്കാണ്ട് ഓരോ പീസുകൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി കട്ട് ചെയ്തേക്കണം. എന്താണെന്ന് പറഞ്ഞാൽ തലേ ദിവസം രാത്രി 11 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ ഇതായിരുന്നു പരിപാടി കേട്ടോ. നമ്മളുടെ ടൈലുമേ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഈ സൈഡിലൊന്ന് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ നിന്ന് വീടിൻ്റെ വാർക്കയുടെ ടോപ്പ് വരെ എത്തണമെന്നുള്ള ഒരു ഒറ്റ അളവ് മാത്രം നമുക്ക് മതി കേട്ടോ. ടൈലുമേ തന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ പീസിൻ്റെ ടേപ്പറൊക്കെ എത്ര കട്ട് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ കൃത്യമായ അളവോടുകൂടി സ്റ്റെപ്പുകളൊക്കെ സെറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത നമ്മുടെ ഓൺലൈൻ ശിഷ്യന്മാരൊക്കെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എന്ത് ഹെൽപ്പാണെങ്കിലും നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്, ഒരു കമൻറ്റ് തരാൻ മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും വരെ പള്ളിപ്പറമ്പ്.